പൈശാചിക പ്രശ്നങ്ങൾ ഒരാൾക്ക് ബാധിക്കാം. പൈശാചികമായിട്ടുള്ള ജിന്നബാധകളായിട്ട്, അല്ലെങ്കിൽ അതിന് ചില ആളുകൾ പല പേരും വിളിക്കും. ഇപ്പോൾ റൂഹാനി ബാധ എന്ന് വിളിക്കുന്നവരുണ്ട്, ഗന്ധർവ ബാധ പോലത്തുള്ള പൈശാചിക പ്രശ്നങ്ങളുണ്ട്, ചേക്കുട്ടി, കരിങ്കുട്ടി, അങ്ങനെ പല പേരുകളിലും വിളിക്കാം നമുക്ക്. അതൊക്കെ ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഈ പല പേരിൽ വിളിക്കുന്നതൊക്കെ പലതിനും പല തരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ ഓരോരുത്തരെ ബാധിക്കുന്നത് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഓരോരുത്തരുടെ മാനസിക, ശാരീരിക, സാമൂഹിക ഇതനുസരിച്ച് ചില പ്രശ്നങ്ങളിൽ വ്യത്യാസപ്പെട്ടിരിക്കും. അതായത് ഓരോരുത്തരെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ചില വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ ഇതിൽ ഇങ്ങനെ ഒരു ബാധ ഉണ്ടെങ്കിൽ, നമുക്ക് പൈശാചിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് രണ്ട് രീതിയിൽ നമ്മളിതിനെ കാണേണ്ടതുണ്ട്. അതായത് നമ്മളിപ്പോൾ ഉണ്ടാകുന്ന കുറേ ലക്ഷണങ്ങൾ, പിശാച് ബാധിച്ച് നമുക്ക് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് നമ്മൾ കുറേ കാലം ഇങ്ങനെ അനുഭവിക്കുമ്പം നമ്മളിപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ പറയാം, നമുക്ക് അതിൻ്റെ കാര്യങ്ങളും പറയാം. അപ്പോൾ എന്നാലും നമുക്ക് കുറേ ദിവസങ്ങൾ നമുക്കിങ്ങനെ അനുഭവിച്ചു കഴിഞ്ഞാൽ അതൊരു മാനസിക പ്രശ്നങ്ങൾ കൂടിയായിട്ട് നമുക്ക് വളരും.